പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ വിപുലമായ ക്രമീകരണങ്ങൾ. പരേഡ് ഗ്രൗണ്ടിലും വേളി മൈതാനത്തും 2 കൂറ്റൻ പാപ്പാഞ്ഞിമാരെയാണ് കത്തിക്കുന്നത്. പഴുതടച്ച സുരക്ഷയുമായി പോലീസും ജില്ലാ ഭരണകൂടവും സുസജ്ജമാണ്. പുതുവർഷം ആഘോഷിക്കാൻ ഫോർട്ട് കൊച്ചിയിൽ മാത്രം 1.5 ലക്ഷം പേരെത്തുമെന്നാണ് പോലീസിന്റെ ഒരു കണക്കുകൂട്ടൽ. വെളി ഗ്രൗണ്ടിലും അതോടൊപ്പം തന്നെ പരേഡ് ഗ്രൗണ്ടിലും ഈ 2 സ്ഥലങ്ങളിലായി കൂറ്റൻ പപ്പാഞ്ഞിമാരെ ഒരുക്കിയിട്ടുണ്ട്. 12 മണിക്ക് കൗണ്ട് ഡൗൺ ഉൾപ്പെടെയുണ്ട്. അത് കഴിഞ്ഞ് 12 മണിക്ക് കൃത്യസമയത്ത് ഈ പപ്പാഞ്ഞിയെ കത്തിക്കും. കഴിഞ്ഞ ഒരു വർഷത്തെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കഴുകിക്കളഞ്ഞ് ഒരു പുതുവർഷത്തെ ആഘോഷിക്കുക എന്നുള്ളതാണ് ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത്തവണ വെളി ഗ്രൗണ്ടിൽ ഒപ്പം തന്നെ പരേഡ് ഗ്രൗണ്ടിൽ 2 ഇടത്തുണ്ട്. അതിനർത്ഥം കുറെ കൂടി 2 ഇടത്തും ആളുകളുടെ തിക്കും തിരക്കും ഒക്കെ ഒഴിവാക്കാനുള്ള സജ്ജീകരണങ്ങളുടെ ഭാഗമായി ആ രൂപത്തിലുള്ള ക്രമീകരണങ്ങളുണ്ട്. 1200 പോലീസുകാരാണ് ഫോർട്ട് കൊച്ചിയിൽ മാത്രം ഉണ്ടാവുക. 13 ഡിവൈഎസ്പിമാരും അതോടൊപ്പം തന്നെ 28 CIമാർ, ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ള പോലീസിന്റെ ക്രമീകരണങ്ങളുണ്ട്. പ്രത്യേകമായി ബാരിക്കേഡുകൾ തിരിച്ച് പോലീസിന്റെ വാച്ച് ടവർ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. 60-ലധികം ക്യാമറകൾ ഫോർട്ട് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷണത്തിനായി ഉണ്ടാകും. അതിന് പ്രത്യേകമായി തന്നെ പോലീസിന്റെ കൺട്രോൾ റൂമിലും അതോടൊപ്പം തന്നെ പരിപാടി നടക്കുന്ന സ്ഥലത്തും പ്രത്യേകമായി തന്നെ നിരീക്ഷണ സംവിധാനങ്ങൾ മുഴുവൻ സമയവും ഉണ്ടാകും. ആംബുലൻസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട്. ആ രൂപത്തിൽ അതിവിപുലമായ ഒരുക്കങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. തിരക്ക് നിയന്ത്രിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ വിപുലമായ ബാരിക്കേഡുകളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെയുണ്ട്. ഒപ്പം തന്നെ വിദേശികൾക്കായി പ്രത്യേക പവലിയനും ഒരുക്കിയിട്ടുണ്ട്. പോലീസ് കൃത്യസമയത്ത് തന്നെ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. 2 മണിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നത് കൃത്യമായ നിയന്ത്രണത്തോടെയായിരിക്കും. 4 മണിക്ക് ശേഷം ഒരു കാരണവശാലും വാഹനങ്ങൾ കടത്തിവിടില്ല. മാത്രമല്ല വിപുലമായ ക്രമീകരണങ്ങൾ ഈ റോറോ അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വാട്ടർ മെട്രോ അതുൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. രാത്രി ഇവിടെ നിന്ന് മടങ്ങാൻ പ്രത്യേകമായി തന്നെ ഫീഡർ ബസ്സുകളും അതൊപ്പം തന്നെ ഈ വാട്ടർ മെട്രോയുടെ പ്രത്യേക സർവീസുകളും ഒരുക്കിയിട്ടുണ്ട്. ആ രൂപത്തിൽ വലിയ ഒരുക്കങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പരേഡ് വെളി ഗ്രൗണ്ടുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയില്ല. വൈകുന്നേരം 4 മണി വരെ മാത്രമാണ് ഈ റോറോ സർവീസുകൾ വാഹനങ്ങൾക്കായി ഫോർട്ട് കൊച്ചിയിലേക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുക. ശേഷം യാത്രക്കാർക്ക് അതിൽ ഈ റോറോയിൽ യാത്രക്കാരുമായി സർവീസ് നടത്തും. പക്ഷെ അതും 7 മണിക്ക് നിർത്തലാക്കും. പിന്നീട് ഈ പരിപാടി കഴിഞ്ഞ ശേഷം മാത്രമാണ് ആളുകളെ കടത്തിവിടുക. 80% ആളുകൾ ഈ ഗ്രൗണ്ടിലെത്തിയാൽ ഗ്രൗണ്ടിലേക്കുള്ള എൻട്രി തന്നെ അവസാനിപ്പിക്കും. പാർക്കിങ്ങിനുള്ള സ്പേസ് തികയാതെ വന്നാലും എൻട്രി അവസാനിപ്പിക്കും. എന്തായാലും 5 മണി വരെ ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് സ്വകാര്യ KSRTC ബസ്സുകൾ പ്രവേശിപ്പിക്കും. 1.5 ലക്ഷം പേരെത്തുമ്പോൾ ഏതൊക്കെ രൂപത്തിലാണ് പഴുതടച്ച സുരക്ഷയും ക്രമീകരണങ്ങളും വേണ്ടത് എന്ന് കൃത്യമായി തന്നെ ജില്ലാ ഭരണകൂടവും പോലീസും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള അതിവിപുലമായ ഒരുക്കങ്ങളും സംവിധാനങ്ങളും ഒക്കെ കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ ചർച്ചയായതാണ്. ഇനി അതിൻ്റെ ഒരു അന്തിമഘട്ട ഒരുക്കങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നിലയ്ക്കും സജ്ജീകരണങ്ങൾ സുശക്തമാണ് എന്നാണ് ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്നത്. ക്യാമറ പേഴ്സൺ PL മനോജിനൊപ്പം അഹമ്മദ് മുസ്തഫ, മീഡിയ 1 കൊച്ചി.